നമ്മുടെ വീടുകളിലൊക്കെ നിരന്തരം നമ്മൾ കാണുന്ന ഒരു 10-20 കാര്യങ്ങളുണ്ട്. സ്വഭാവലഹരിൽ പങ്കെടുക്കുന്ന ഒരു 95% ആളുകളുടെ വീട്ടിലും അതുണ്ടാവും. അതുണ്ടോ നമുക്ക് സമാധാനം കിട്ടൂല. ദാരിദ്ര്യമല്ലാതെ ഒരു ബറക്കത്ത് നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ല. ഏതൊക്കെയാണ് 20 കാര്യങ്ങൾ? പഠിക്കണ്ടേ? എന്നിട്ട് ഇന്ന് തന്നെ ഒന്ന് മാറ്റിവെക്കണ്ടേ? അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് നല്ല ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ ദാരിദ്ര്യത്തിൻ്റെ കഥ പറയുമല്ലോ, എൻ്റെയൊക്കെ ചെറുപ്പം അങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മളെ മാതാപിതാക്കൾ പറയും. പക്ഷെ ഇന്നും ഉണ്ട് ദാരിദ്ര്യം, അല്ലേ? ദാരിദ്ര്യമൊന്നും മുഴുവൻ തുടച്ചു നീക്കപ്പെട്ടിട്ടില്ല. ഓരോരുത്തർക്കും അവരവരുടെ വ്യത്യസ്ത മേഖലകളിലുള്ള ദാരിദ്ര്യവും ബറക്കത്ത് കേടൊക്കെയുണ്ട്. ഈ ബറക്കത്ത് കേടാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറയുന്നത്, അല്ലേ? ചില സമയത്ത് ഭക്ഷണം തികയൂല. ഇനി മക്കൾ നമ്മൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, അതൊരു വല്ലാത്ത ബറക്കത്തുകളല്ലേ? അവനെപ്പോലെ ദാരിദ്ര്യം അനുഭവിക്കണതാരാ? ചിലപ്പോൾ കോടീശ്വരനായിരിക്കും, പക്ഷെ വീട്ടിൽ മക്കൾ പറഞ്ഞാൽ കേൾക്കൂല. അവനെന്ത് ദരിദ്രനാണ്, അല്ലേ? അതുപോലെ തന്നെ ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോൾ 5 പൈസ കയ്യിലുണ്ടാവില്ല. ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ ഇങ്ങനെ മറ്റുള്ളവരോട് കൈ നീട്ടി ഓടി നടക്കേണ്ടി വരുന്നൊരവസ്ഥ, അല്ലേ? അങ്ങനെ നിരന്തരം ഒരു ഇടുക്കം ഇങ്ങനെ അനുഭവിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കാം. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയറാക്കി വെച്ചാൽ തന്നെ വീട്ടിൽ വല്ലാത്തൊരു ബറക്കത്ത് കിട്ടും. ഇപ്പം ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടേ, ഈ മനുഷ്യൻ ഭയപ്പെടുന്ന 2 കാര്യങ്ങളുണ്ട് എന്നാണ്. ഒന്ന് മരണം, മറ്റൊന്ന് ദാരിദ്ര്യം. മരണം എന്തായാലും മാറ്റിവെക്കാൻ പറ്റൂല. നമ്മൾ പേടിച്ചതുകൊണ്ട് മരണം വരാതിരിക്കുമോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിക്കും, അല്ലേ? എന്നാൽ ദാരിദ്ര്യത്തെ ഇത്തിരി കഷ്ടപ്പെട്ട് മാറ്റിവെക്കാൻ പറ്റും. അത് അള്ളാഹു മാറ്റിത്തരും. അതിന് നമ്മൾ പണിയെടുത്താൽ മതി, അല്ലേ? എന്ത് പണി നമ്മൾ എടുക്കേണ്ടത്? ചില കാര്യങ്ങൾ നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബറക്കത്തില്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവും. ഇപ്പോൾ ഷെർവാനിയിലും അതുപോലെ സ്വലാഹുദ്ദീൻ പോലുള്ള കിതാബുകളിലൊക്കെ നമുക്ക് കാണാം. കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ ദിനേന ചെയ്യുന്ന ചില കാര്യങ്ങൾ അതൊന്നും മാറ്റി നിർത്തിയാൽ അത് തെറ്റാണെന്നോ ഹറാമാണെന്നൊന്നല്ല ഞാൻ ഈ പറയണത്. അതൊരു ബറക്കത്ത് കേടാണ്. അതുണ്ടെങ്കിൽ വീട്ടിലൊരു സമാധാനവും ബറക്കത്തും ഉണ്ടാവില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ സിമ്പിളാണ്. അതായത് വുളു എടുത്തിട്ട് ആ വെള്ളം നമ്മുടെ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് കൊണ്ട് തുടച്ച് കളയാം. ചില ആൾക്കാരൊക്കെ ഉണ്ട് വുളു എടുത്തിട്ട് മുണ്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ആ മുണ്ടിൻ്റെ അറ്റം ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് മുഖം ഇങ്ങനെ തുടക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട്. ധരിച്ച വസ്ത്രം കൊണ്ട് ശരീരം തുടച്ചാൽ ആ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവില്ല, ദാരിദ്ര്യം ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇനി വേണ്ട, നിങ്ങൾ ഇനി പൊതുവാണെന്ന് മാത്രമല്ല, ചില മഹാന്മാരൊക്കെ പറയുന്നുണ്ട്, നമ്മൾ കയ്യും മുഖവും കഴുകിയിട്ട് ശരീരത്ത് ഇങ്ങനെ അങ്ങോട്ട് തൂക്കുന്ന കുറേ താത്താന്മാരുണ്ട്. ഇത് കണ്ട് പഠിക്കുന്ന പിള്ളേരും ഉണ്ട്. പിന്നെ എന്തിനാ വീട്ടിൽ തോർത്തൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്? ആർക്ക് തുറക്കാനാ? അപ്പോൾ പ്രത്യേകിച്ച് വുളു എടുത്തിട്ട് നമ്മുടെ ഈ ശരീരത്തിലെ വെള്ളം ധരിച്ച വസ്ത്രം കൊണ്ട് തുടച്ചാൽ തന്നെ ആ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവില്ല. രണ്ടാമത്തേത് അമിതമായ ഉറക്കം. രാത്രിയും കിടക്കും, രാവിലെയും കിടക്കും, ഉച്ചക്കും കിടക്കും, വൈകുന്നേരം കിടക്കും. ഒരു വല്ലാത്ത ബറക്കത്ത് കേട്. പ്രത്യേകിച്ച് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപുള്ള ഉറക്കം, അതുപോലെ അസറിന് ശേഷമുള്ള ഉറക്കം, ഇത് 2 നമ്മളെയും കൊണ്ട് പോവുള്ളൂ. വല്ലപ്പോഴും വയ്യാതെ വരുന്നൊരവസ്ഥയിൽ കിടക്കുന്നതിനെ കുറിച്ചല്ലേ പറയണത് കേട്ടോ. പതിവായി ഇങ്ങനൊരു ഉറക്കം നമ്മൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ ആ ഉറക്കം നമ്മളെയും കൊണ്ട് പോകുള്ളൂ. നമ്മുടെ വീട്ടിൽ മുഴുവൻ ബറക്കത്തിനെ അത് തടയും. പ്രത്യേകിച്ച് സുബഹിയുടെ ശേഷമുള്ള ഉറക്കം, ബറക്കത്ത് ഇറങ്ങണ സമയം നമ്മൾ പോത്തുപോലെ കിടന്നുറങ്ങുകയാണെങ്കിൽ ആ ബറക്കത്തൊക്കെ തടയപ്പെടും. അതുകൊണ്ട് ആ സമയത്ത് ഉറങ്ങരുത് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. പിന്നെ മറ്റൊന്ന്, പൂർണ്ണ നഗ്നരായി കിടന്നുറങ്ങുക. എല്ലാം കൂടെ അയച്ചിട്ട് ഫ്രീ ആയിട്ട് അങ്ങനെ ഫ്രീ ബേഡായിട്ട് കിടന്നുറങ്ങുക. അങ്ങനെ ഉറങ്ങാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സ് ശരീരത്തിലുണ്ടാകണം, അല്ലേ? നമുക്ക് കംഫോർട്ടായി. ഇപ്പോൾ ഞാനിപ്പോൾ ഈ കന്തൂറയും കമീസൊക്കെ ഇട്ട് ഉറങ്ങാൻ കിടക്കും, ഇല്ല. ടീഷർട്ടും പോലെ 3/4 ഇട്ട് കിടക്കണം. അങ്ങനെ അങ്ങോട്ട് ഉറങ്ങാം. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക. ഇനിയിപ്പോൾ ഫ്രീ ആയിട്ടൊന്ന് കിടക്കണമെങ്കിൽ നന്നായി പുതപ്പിട്ട് മൂടിയിട്ട് വേണം കിടക്കാൻ. എല്ലാം അങ്ങോട്ട് തുറന്നിട്ട് ഇച്ചിരി കാറ്റും വെളിച്ചമൊക്കെ കയറട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് കിടക്കാൻ പാടില്ല. അങ്ങനെ പതിവായി കിടക്കുന്നവരുണ്ടെങ്കിൽ അവരിലും ദാരിദ്ര്യം ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ പ്രധാനപ്പെട്ടൊരു സംഗതി, ജനാപത്തുകാരായിരിക്കും. ഇപ്പോൾ 2 ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞു, ജനാപത്തുകാരായിരിക്കും വേഗം കുളിക്കണം. വേഗം കുളിക്കണം എന്ന് പറഞ്ഞാൽ പരമാവധി പെട്ടെന്ന് തന്നെ കുളിക്കുക. ആ കുളി
നീണ്ടുപോയാൽ ഒരു ബർക്കത്ത് കേടാം. ഇനിയിപ്പോൾ നമ്മൾ രാത്രി ഉറക്കത്തിൽ പറ്റണില്ല, രാവിലെ സുബഹിക്കുമ്പോൾ കുളിച്ചാൽ മതി. പക്ഷേ ആ കുളിക്കുന്നതിന് മുൻപ് ഭക്ഷണം കഴിക്കും. പകൽ സമയത്താണ് ജനാബത്ത് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ കുളിക്കാതെ ഭക്ഷണം കഴിക്കുന്നൊരു സ്വഭാവം പതിവായി ഉണ്ടെങ്കിൽ, ഏത് ജനാബത്തുകാർ ഫർള് കുളിക്കാതെ പതിവായി ഭക്ഷണം കഴിക്കുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു പതിവാക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് ദാരിദ്ര്യം വിട്ടുമാറൂല. ഭയങ്കര പ്രശ്നമാണത്. ഒരു ബർക്കത്ത് കേടാണ്. ഈ ബർക്കത്ത് കേടാണ് ദാരിദ്ര്യം. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഈ താഴെ വീഴുന്ന ചോറാകട്ടെ ഭക്ഷണമാകട്ടെ അത് മൈൻഡ് ചെയ്യാതെ അങ്ങനെ വിടുക. എന്തോ ഒരു കുഞ്ഞുമക്കളെ പട്ടിണി എടുക്കണേ. ഞാൻ നിങ്ങളോട് എന്തോ ഒരു സംഗതി പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. എത്ര കുഞ്ഞുമക്കൾ ഈ ലോകത്തിൻ്റെ അങ്ങേയറ്റത്തോട്ടൊന്നും പോകണ്ട, നമ്മുടെ രാജ്യത്ത് തന്നെ അല്ലേ മണ്ണ് വാരിത്തിന്നുന്ന കുട്ടികൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്ര കഷ്ടപ്പെടുന്ന മക്കളുണ്ട്. ഈ ഭക്ഷണമൊക്കെ താഴെ വീണ് കിടക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളത് ശീലിപ്പിക്കണം. മോനെ ആ താഴത്തുനിന്ന് പിറക്കിയെടുക്കുക, അതിലെന്തെങ്കിലും പൊടിയായിട്ടുണ്ടെങ്കിൽ അത് കഴുകിയിട്ടാണെങ്കിലും അത് കഴിപ്പിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് വിരലിങ്ങനെ നാവ് കൊണ്ട് നക്കിയെടുക്കാതെ അത് കഴുകിയാൽ പോലും ബർക്കത്ത് കേടാണ്. ആ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകണോണ്ടാ അല്ലേ. ആ വിരൽ പോലും നാവ് കൊണ്ട് നന്നായി വടിച്ചെടുത്ത് കൈയൊക്കെ ക്ലീനായി എന്നിട്ടാണ് നിങ്ങൾ ഒരു ടിഷ്യൂ പേപ്പറിൽ തുടക്കേണ്ടത് അല്ലെങ്കിൽ ടവലിലൊക്കെ തുടക്കേണ്ടത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഭക്ഷണം ഒരല്പം പോലും താഴെ വീഴരുത്. അത് നിസ്സാരമാക്കിയാൽ വലിയ അപകടമാണ്. പിന്നെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം, വീടിൻ്റെ ഒരു മൂലയിൽ ഇങ്ങനെ ചപ്പ് ചോറൊക്കെ കൂട്ടിയിടുക. വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ അകത്താണെങ്കിൽ കുഴപ്പമില്ല, ഇത് വീടിൻ്റെ ഒരു മൂലക്കൊണ്ട് അതിങ്ങനെ അങ്ങോട്ട് കൂട്ടിയിട്ടേക്കും. അതങ്ങനെ കിടക്കൽ, അത് ഡെയിലി ഇങ്ങനെ കിടക്കുന്നൊരു സ്വഭാവം. ചിലപ്പോൾ ഈ രാത്രിയൊക്കെ അടിച്ചു വാരുക, രാത്രി അടിച്ചു വാരിൽ തന്നെ ബർക്കത്ത് ഇടാൻ ഈ രാത്രി അടിച്ചു വാരിയിട്ട് കൊണ്ടുവന്ന് അതിങ്ങനെ ഒരു മൂലക്ക് അങ്ങനെ ഇട്ടേക്കും. അതിങ്ങനെ ഡെയിലി രാത്രി ഇങ്ങനെ കിടക്കും. അതൊരു വല്ലാത്ത ബർക്കത്ത് ഇടാണ്. മലക്കുകൾ അടുക്കാത്തൊരവസ്ഥ ഉണ്ടാവും. മനസ്സിലായോ? അപ്പം അങ്ങനെ മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിടാനുള്ള സ്ഥലമല്ല നമ്മുടെ വീട്. അത് അതിനായിട്ടുള്ളൊരു ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തിടുക. മനസ്സിലായി? അങ്ങനൊരു സ്വഭാവം. ആ മാലിന്യം എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്യുക. അല്ലാതെ ഇങ്ങനെ ഡെയിലി കുന്നുകൂട്ടിയിടുന്നൊരു സ്വഭാവം ദാരിദ്ര്യം ഉണ്ടാക്കും. അതുപോലെ വീടിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിൽ ഇങ്ങനെ മാറാല കെട്ടിക്കിടക്കുക ഇല്ലേ, 8 കാലി ഓല. എത്ര നാളായി വീടിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് കോണുകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടാവുക? എത്ര നാളായിട്ടുണ്ടാവും? അതിങ്ങനെ പതിവായാൽ തന്നെ അവിടെ ഭയങ്കര ബർക്കത്തുകളായിരിക്കും. ആ വീട്ടിൽ പിന്നെ നമ്മൾ ചിന്തിക്കണ്ടോ, ഞാനും തോറും ദിക്റും സ്വലാത്തൊക്കെ ചെല്ലണതാണ് ഒരു ബർക്കത്തില്ലല്ലോ. ഇതായിരിക്കാം കാരണം. മനസ്സിലായോ? ഇങ്ങനെ കൊച്ചു കൊച്ചു സംഗതികളാണ് നമ്മൾ മനസ്സിലാക്കാതെ പോയത്. ഇത് ഇമാമിങ്ങൾ വെറുതെ പറഞ്ഞു തരല്ലോ. മനസ്സിലായോ? അവരത് പഠിച്ച് മനസ്സിലാക്കിയിട്ടല്ലേ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ പ്രത്യേകിച്ച് ഉമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉമ്മമാരും മാത്രമല്ല എല്ലാവരും ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് അവരത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് പറയാണ്, സ്ഥിരമായിട്ട് രാത്രി കഴിച്ച ഭക്ഷണത്തിലെ പാത്രം അതിങ്ങനെ സിങ്കിലിട്ട് കിടക്കരുത് കഴുകാതെ. പലപ്പോഴും വയ്യാത്ത സമയത്താണെങ്കിൽ കുഴപ്പമില്ല, എന്നാലും അത് പരമാവധി പറ്റുമെങ്കിൽ അത് രാത്രി തന്നെ കഴുകി വെക്കാം. ഇനിയിപ്പോൾ തീരെ വയ്യാത്തൊരവസ്ഥയാണെങ്കിൽ ഇച്ചിരി വെള്ളമെങ്കിലും ഒഴിച്ചിട്ട് വേണം കിടക്കാനായിട്ട്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ എന്തായാലും കഴുകി വെക്കണം. നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട ഒരു ഏറ്റവും മനോഹരമായൊരു സ്വഭാവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളാകട്ടെ ഭർത്താവാകട്ടെ ഭാര്യയാകട്ടെ കഴിച്ച ഭക്ഷണം അവിടെ തന്നെ ഡൈനിങ് ടേബിളിൽ വെച്ചുകൊണ്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാകരുത്. കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം നേരെ കൊണ്ടുപോയി വാഷ് ബേസിനിൽ വെക്കുക. കഴിയുമെങ്കിൽ ഭർത്താവ് കഴിച്ചത് ഭർത്താവ് കഴുകുക, കുട്ടികൾ കഴിച്ചത് കുട്ടികൾ കഴുകുക, ഭാര്യ കഴിച്ചത് ഭാര്യ കഴുകുക. അങ്ങനെ എല്ലാവരും അവരവരുടേത് കഴുകി വെക്കുകയാണെങ്കിൽ ആ വീട്ടിൽ എന്തൊരു സന്തോഷമായിരിക്കും. നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അപ്പോൾ ഈ കുന്നുകൂടി പാത്രം കിടക്കുന്നൊരവസ്ഥയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ പറ്റുന്നത് പോലെ പരസ്പരം ഭർത്താക്കന്മാരെ മക്കളെ നമ്മളൊന്ന് സഹായിക്കണ്ടേ? ചിന്തിച്ചു നോക്ക്, അങ്ങനൊന്ന് സഹായിക്കണ്ടേ? അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് ആ സിങ്കിൽ കൊണ്ടുപോയി ഒന്ന് വെക്കാനുള്ള മനസ്സെങ്കിലും ചെറുപ്പത്തിൽ നമ്മൾ കുഞ്ഞുങ്ങൾ അത് ശീലിപ്പിക്കണം. കുഞ്ഞുങ്ങൾ അത് ചെയ്യടാന്ന് പറഞ്ഞിട്ടല്ല, ബാപ്പ കാണിച്ചു കൊടുക്കണം. ആദ്യം ബാപ്പ എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്ത് ബാപ്പ മാതൃക കാണിച്ചു കൊടുക്കണം. ഞാൻ മുമ്പത് പറഞ്ഞതാണ്. ഓക്കെ. അപ്പോൾ സ്ഥിരമായിട്ട് രാത്രി സിങ്കിൽ ഇങ്ങനെ ഇടുകയാണെങ്കിൽ, കഴുകാതിടുകയാണെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ മുടിയിരുമ്പോൾ പല്ലൊക്കെ പൊട്ടിപ്പോയ ചീപ്പാണെങ്കിൽ അതിൽ ഡെയിലി ഇങ്ങനെ മുടിയും താടിയൊക്കെ ഇരുന്ന ആളുകളാണെങ്കിൽ ആ വീട്ടിൽ ബർക്കത്ത് കേടുണ്ടാവും. അപ്പം നല്ല ചീപ്പ് മേടിക്കുക. അപ്പോൾ 2 രൂപ 5 രൂപ 10 രൂപ ഏറിപ്പോയാൽ അല്ലേ നല്ല ചീപ്പ് കിട്ടും. നല്ല ചീപ്പ് മേടിക്കുക. എന്നാലും ചിലർക്കുണ്ട് ഈ പൊട്ടിയതിൽ തന്നെ ഇങ്ങനെ ഇരണം, അത് ബർക്കത്ത് കേടുണ്ടാക്കും. അതുപോലെ തന്നെ നമ്മൾ എന്തോരം ദ്വാരക്കുന്നുണ്ട്, പല കാര്യങ്ങളും ദ്വാരക്കുന്നുണ്ട്. എന്നാൽ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യാതെ ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം ദ്വാരക്കുന്നൊരു പതിവ് നമ്മൾക്കുണ്ടെങ്കിൽ ആ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവില്ല. നിങ്ങൾ ഉറപ്പാണ്. നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ കടം ഉണ്ടെങ്കിലും ആ കടം വീടാൻ നിങ്ങൾ മാതാപിതാക്കളുടെ പേരിലും നിങ്ങളുടെ ഉസ്താദുമാർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ദ്വാരം കൊടുത്തു നോക്കിയേ. കടങ്ങളൊക്കെ വീടാനുള്ള വഴി ബർക്കത്തുള്ള തുറന്നു തരും. എന്നാലും വാപ്പാനെ ഉമ്മാനെ ഓർക്കാത്ത ദുആയാണ് നിങ്ങളുടെ ദുആയെങ്കിൽ ആ വീട്ടിൽ പിന്നെ ബർക്കത്ത് ഉണ്ടാവില്ല കേട്ടോ. ഒരു ബർക്കത്തും ആ വീട്ടിലുണ്ടാവില്ല. ഭയങ്കര ഡേഞ്ചർ സോണാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ.
പിന്നെ ഭയങ്കര പിശുക്കന്മാർ, വാങ്ങേണ്ട ഒരു സാധനം മേടിക്കൂല. വീട്ടിലേക്ക് ഇച്ചിരി പഞ്ചസാര മേടിക്കാൻ പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച മേടിച്ചല്ലേ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള സാധനം പോലും വാങ്ങാതെ പിശുക്കുന്ന ആളുകൾ, അവർ ഭയങ്കര ഡേഞ്ചർ, അവരിലും ബർക്കത്തുണ്ടാവില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റും അമിതമായി ചിലവാക്കുന്ന ആളുകൾ, കയ്യും കണക്കില്ലാതെ പൈസ ഇങ്ങനെ വെറുതെ വേസ്റ്റാക്കുക, അവർക്കും ബർക്കത്ത് കേട്, ദാരിദ്ര്യം വന്നെത്തും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ ഈ സ്ഥിരമായിട്ട് ബാത്റൂമിൽ വലതുകാല് വെച്ച് കയറുന്നത്, നമ്മുടെ മണിയറയൊന്നും അല്ല അത് അല്ലേ, മണിയറയൊന്നും അല്ല, ബാത്റൂമിലേക്ക് ഒറ്റ ഓട്ടാണ് അല്ലേ. കഞ്ഞി ഇങ്ങനെ അടപ്പത്ത് വെച്ചിട്ടുണ്ടാവും, ഇത് തിളക്കണതിന് മുമ്പ് പോയി ഒന്ന് ബാത്റൂമിൽ കയറിക്കൊണ്ട് വരാം, ഒരൊറ്റ ഓട്ടാണ്. അവിടെ എന്ത് വിസ്മയൊന്നുമില്ല, നേരെ വലത്തേക്കാലം വെച്ച് അങ്ങനെ അവിടെ കയറും, കാര്യം കഴിയും. പടച്ചോനെ കഞ്ഞി തിളച്ചിട്ടുണ്ടാവോ, എണീക്കാനും പറ്റണില്ല റബ്ബേ, ഇത് വറ്റിയത് പോയി തീരണമില്ല റബ്ബേ, ഇല്ല വല്ലാത്ത പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ ആകാൻ പാടില്ല, മനസ്സിലായോ? അപ്പോൾ ബാത്റൂമിൽ കയറുമ്പോൾ ഇടതുകാല് വെച്ച് ചൊല്ലേണ്ടതൊക്കെ ചൊല്ലി ഇടതുകാല് വെച്ച് കയറുക, തിരിച്ചു വരുമ്പോൾ വലതുകാല് വെച്ച് ഇറങ്ങുക. വലത്തേക്കാല് വെച്ച് കയറിപ്പോകാൻ നമ്മുടെ തറവാട് വീടൊന്നും അല്ല, അത് ഷെയ്ത്താൻ്റെ വീടാണ്, ഷെയ്ത്താൻ്റെ കൂടാൻ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ പതിവായി ബാത്റൂമിൽ വലത്തേക്കാല് വെച്ച് കയറിയാൽ ആ വീട്ടിൽ ബർക്കത്ത് കേടുണ്ടാവും. പിന്നെ ചിലർക്കുണ്ട് ഈ നഖം കടിക്കുന്ന സ്വഭാവം, കുഞ്ഞുങ്ങൾക്കല്ലാന്നേ വലിയ ആൾക്കാർക്കും. ഒരു 2 ആഴ്ച മുമ്പ് ഞാനൊരു ക്ലാസ്സിന് പോയി, അവിടെ ഉണ്ടായിരുന്നു ഒരു നല്ല പ്രായമുണ്ട് പുള്ളി ഇങ്ങനെ ഇരിക്കണത്. എല്ലാം കഴിഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ പുള്ളി വരുന്നുണ്ട്. ഉസ്താദേ, ഞാനും എൻ്റെ ഓളും മലബാറുകാരാ, എൻ്റെ ഓളും സ്വഭാവലഹീർ കാണും എപ്പോഴും. അപ്പോൾ ഓളവിടെ നിന്ന് വന്നു, ഒരു ഉമ്മായാണ്. ആ ഉമ്മ വന്നത് തന്നെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാണ്. അപ്പോൾ ഉമ്മായും ഉപ്പായും രണ്ടുപേരും പല്ലുകടി അല്ലെങ്കിൽ നഖം കടി നിർത്തിയിട്ടില്ല. ഞാൻ ചിന്തിച്ച് പഠിച്ചോനെ, ഇവരുടെ പിള്ളേരും പേരക്കുട്ടികളൊക്കെ ഇപ്പോൾ എങ്ങനെയായിരിക്കും ഈ സ്വഭാവലഹീർ നിങ്ങൾ കാണുന്നുണ്ട്, എനിക്കറിയാം കാണുന്നുണ്ട്. പഠിച്ചവനോർത്ത് വളരെ വൃത്തികെട്ട സ്വഭാവമാണ്, അത് മാറ്റിക്കളയണം. നഖം കടിക്കുക അതൊരു ദാരിദ്ര്യം വിളിച്ചു വരുത്തും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പതിവായി ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുക, അറിയാതെ ഉറക്കത്തിൻ്റെ ഇടയിൽ കമിഴ്ന്ന് പോണതിനെ കുറിച്ചല്ല, കമിഴ്ന്ന് കിടക്കുന്നത് അത് ഒരു ശൈത്വാൻ്റെ കിടത്താണത് ഇല്ലേ, കാഫിരിങ്ങളുടെ കിടത്താണ്. അങ്ങനെ പതിവായി കമിഴ്ന്ന് കിടക്കുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം വിട്ടുമാറില്ല. പിന്നെ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്ത് അങ്ങനെ ഉണ്ട്, വെള്ളം കാണുമ്പോൾ ഒന്ന് മൂത്രമൊഴിച്ച് കളയാം, അങ്ങനെ റോട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അത് ബർക്കത്ത് കേട് വിളിച്ചു വരുത്തും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, കൊച്ചു കാര്യങ്ങളാണ്. ഇത് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ, ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇത് വീട്ടിലുണ്ടോ, ദാരിദ്ര്യം വിട്ടുമാറൂല കേട്ടോ. എന്തൊക്കെ നന്മ ചെയ്താലും ദാരിദ്ര്യം വിട്ടുമാറൂല. പിന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാൻ എപ്പോഴും നമ്മൾ പതിവാക്കേണ്ട ഒരു ദിക്റുണ്ട്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇല്ലാ ബില്ല കൊണ്ട് നിർത്താം, എങ്ങനെ വേണമെങ്കിലും. ഇതിടക്കിടയ്ക്ക് ഇങ്ങനെ പതിവാക്കുക, ആ വീട്ടിൽ വല്ലാതെ ബറക്കത്ത് ഇങ്ങനെ നിറഞ്ഞൊഴുകും. പിന്നെ സൂറത്തുൽ വാഖിഅ അതും മറക്കരുത്. അത് നിർബന്ധമായിട്ടും നമ്മുടെ വീട്ടിൽ അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദാരിദ്ര്യം മാറാനല്ല സൂറത്തുൽ വാഖിഅ ഓതേണ്ടത്, അള്ളാഹ്ക്ക് വേണ്ടി ഓതി നോക്ക്. അള്ളാഹ്ക്ക് വേണ്ടി ഓത്, പടച്ചോൻ എന്ത് ചെയ്യും, ദാരിദ്ര്യമൊക്കെ മാറ്റിത്തരും. അള്ളാഹ്ക്ക് വേണ്ടി ഓതുമ്പോൾ ദാരിദ്ര്യം മാറ്റിത്തരും. ലക്ഷ്യം അള്ളയാണ് ഇല്ലേ, അങ്ങനെ ആകണം. ഏതായാലും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുക. അത്തരം ദാരിദ്ര്യങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ നാമം എന്താണ് ഇല്ലേ? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സഖർ റളിയല്ലാഹു അൻഹു എന്നാണ്. അള്ളാഹു അവിടുത്തെ മദദ് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ആരാണ്? സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ആരാണ്? കമൻ്റ് ചെയ്യില്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد.
അർഹമുറാഹിമായ റബ്ബെ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം അകറ്റണേ അല്ലാ. ചെയ്തുപോയ പാപങ്ങളെല്ലാം നിൻ്റെ ഔദാര്യം കൊണ്ട് പുറത്തു തരണേ അല്ലാ. പടച്ചോനെ, ഒരുപാട് സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്നവരുണ്ട്, കടം കൊണ്ട് വലയുന്നവരുണ്ട്, വീടിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാൻ പറ്റാത്തവരുണ്ട്, ഗർഭിണിയാണ്, ഒരു പ്രസവത്തിന് 5 പൈസ കയ്യിലില്ല എന്ന് സങ്കടപ്പെടുന്നവരുണ്ട്, മോളുടെ വിവാഹമാണ്, കയ്യിൽ 10 പൈസയില്ല എന്ന് വിഷമം പറഞ്ഞവരുണ്ട്, അസുഖബാധിതരാണ്, ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ ചില്ലറയില്ല എന്ന് പറഞ്ഞവരുണ്ട്. പടച്ചോനെ, എല്ലാവരുടെയും സാമ്പത്തിക പരാധീനതകൾ ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ മാറ്റിക്കൊടുക്കണയല്ല. വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. അസുഖബാധിതർക്ക് പരിപൂർണ്ണ ശിഫ നൽകണയല്ല. പടച്ചോനെ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബർക്കത്ത് ചെയ്യണയല്ല. ഇൻ്റർവ്യൂവിലും അതുപോലെ ലൈസൻസിന് വേണ്ടി റോഡ് ടെസ്റ്റ് നടത്തുന്നവരുണ്ട്, എല്ലാത്തിലും ബർക്കത്ത് നൽകണയല്ല. കരുണക്കടലായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചവർക്കൊക്കെ നീ മഗ്ഫിറത്ത് കൊടുക്കണയല്ല. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ല. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.